എളുപ്പത്തിലൊരു മോരുകറി ഉണ്ടാക്കാം. 1/2 ലിറ്റർ തൈര്, 3 വെളുത്തുള്ളി, 2 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, ചുവന്നുള്ളി 10 അല്ലെങ്കിൽ സവാള ഒരു 1/4 ഭാഗം, വലിയ സവാളയുടെ 1/4 ഭാഗം അരിഞ്ഞത്. ഇത്രയും സാധനങ്ങളുണ്ട് മോരുകറി ഉണ്ടാക്കാം. പാത്രം ചൂടായി വരുമ്പം ഓയിലൊഴിച്ച് കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ 1-2 വറ്റൽമുളക് അതിലേക്ക് ചേർക്കാം. അത് കഴിഞ്ഞ് ഒരു 1/4 ടീസ്പൂണോളം ഉലുവ അതിലേക്ക് ചേർക്കാം. ഉലുവ കറുത്ത് പോകരുത്, ഒന്ന് മൂത്ത് വരുമ്പം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് സിമ്മിലായിരിക്കണം കേട്ടോ സ്റ്റവ്. ഇതൊന്ന് നന്നായിട്ട് വഴറ്റി മൂത്ത് വരുമ്പോൾ ഉള്ളി ചേർക്കാം. ഉള്ളി ചേർത്ത് ഉള്ളി ഒന്ന് ബ്രൗൺ കളറാവുന്നത് വരെ ഒന്നുകൂടി വഴറ്റിയെടുക്കാം. ഉള്ളി നന്നായി വഴറ്റി വരുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണോളം മുളക് പൊടി കരിയാതെ ശ്രദ്ധിക്കണം. ഇവ ചേർത്ത് ഒന്നുകൂടി വഴറ്റി കൊടുക്കാം. അത് കഴിഞ്ഞ് നമ്മൾ എടുത്ത് വെച്ച 1/2 ലിറ്റർ തൈര്, അതിലേക്ക് അതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം പകുതിയോളം വെള്ളം കൂടി ചേർത്ത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. അത് ചേർത്ത് കൊടുക്കുക. ലൈറ്റായിട്ടൊന്ന് ചൂടായാൽ മതി, തിളയ്ക്കരുത്, തിളച്ചാൽ പിരിഞ്ഞു പോകും. അതിലേക്ക് ഞാനൊരു 1 സ്പൂണോളം ഉപ്പിട്ടിട്ടുണ്ട്. നന്നായി ഇളക്കി കൊടുക്കുക. കറി റെഡിയായി. അപ്പോൾ എങ്ങനെയാണ് ഈ മോര് കറി ഒന്ന് ഉണ്ടാക്കി നോക്കല്ലേ? അപ്പോൾ ഇതുവരെ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവർ ഒന്ന് ചെയ്ത് നോക്കൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.